ഹലോ! കുടുംബശ്രീ ശാരദയുടെ ഇന്നത്തെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് നമുക്കറിയാം നമ്മുടെ വിഷ്ണുവിൻ്റെ 2 മക്കളും അതായത് നമ്മുടെ കുട്ടി സത്യയും അതുപോലെ തന്നെ നമ്മുടെ പപ്പി മോളുമായിട്ട് ഇരുന്ന് പാനിപൂരി കഴിക്കുവാണ്. അപ്പോൾ ഇതൊക്കെ കാറിൽ ഇരുന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ ശാലിനി നോക്കിക്കൊണ്ടിരിക്കുവാണ്. കാരണം അച്ഛനും മക്കളും ഇത്ര സന്തോഷത്തോടെ ഒരുമിച്ചിരിക്കാനായിട്ട് കിട്ടുന്ന അവസരം ശാലിനി ജീവിതത്തിൽ ഇതുവരെ കണ്ടില്ലല്ലോ. അപ്പോൾ അത് ശാലിനി നേരിട്ട് തന്നെ കൺകൊണ്ട് കണ്ട് അത്രയും ഇരിക്കത്ത് സന്തോഷത്തിനകത്തിരിക്കുവാണ്. അപ്പോൾ സത്യം നോക്ക് ഈ പാനിപൂരി എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഹൈജീനിക് അല്ലാത്തൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സ്ട്രീറ്റ് ഫുഡൊന്നും മേടിച്ച് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് സത്യം നോക്ക് ഇത് കഴിക്കാൻ അറിയാത്തതുകൊണ്ട് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് ബിഗ് ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ അയ്യേ ഇത് കഴിക്കാൻ അറിയത്തില്ല, ഇതാ ഇപ്പം കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പാനിപൂരി എടുത്ത് സത്യമൊക്കെ വായി വെച്ച് കൊടുക്കുവാണ്. അപ്പോഴത്തേക്ക് ഇത് കാണുമ്പോഴത്തേക്കും പപ്പി മോക്കും വല്യച്ഛൻ വായി വെച്ച് കൊടുക്കണമെന്നായി. അപ്പോഴത്തേക്ക് എനിക്കും വെച്ച് തരണം എന്ന് പറയുമ്പോഴത്തേക്കും പപ്പി അയ്യടി, അതായത് ഒരു ചെറിയൊരു കുശുമ്പാന്ന് മനസ്സിലായിട്ട് അടുത്ത് വിളിച്ച് എനിക്കൊരു ഉമ്മ അതാ എന്നാൽ പിന്നെ അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഉമ്മ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പപ്പിക്കും കൂടെ വായി വെച്ച് കൊടുക്കുന്നത്. ഇതൊക്കെ നോക്കി ശാലിനി സന്തോഷത്തിൽ തന്നെ മാറി നിൽക്കുവാണ്. അപ്പോൾ ഇവരെല്ലാം സന്തോഷത്തോടെ തന്നെ തമ്മി കഴിക്കുന്നു. എന്നിട്ട് 2 പിള്ളേരും കൂടെ വിഷ്ണുവിന് വായി വെച്ച് കൊടുക്കുന്നു. ഇനി ഞങ്ങൾ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ ശാലിനിക്ക് ഭയങ്കര സന്തോഷമാകുന്നു. കാരണം 2 പേരും കൂടെ വിഷ്ണുവിന് വായി വെച്ച് കൊടുക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ശാലിനിക്ക് ഭയങ്കര സന്തോഷമാകുന്നു. പിന്നെ ശാലിനി രാമേട്ടൻ്റെ അടുത്ത് പറയുന്നു, പോയി മോളെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. എന്നിട്ട് ശാലിനി കാറിനകത്ത് തന്നെ അങ്ങ് ഇരിക്കുവാണ്. ശാലിനി വന്നു എന്ന് ആരെ അറിയിപ്പിക്കാതിരിക്കുവാണ്. അപ്പം അങ്കിളിനെ കണ്ടപ്പോഴത്തേക്കും ഡ്രൈവർ അങ്കിൾ കണ്ടപ്പോൾ ഡ്രൈവർ അങ്കിൾ വന്നോ, അമ്മ പറഞ്ഞു വിട്ടോ, ഞാൻ ബിഗ് ഫ്രണ്ടുമായിട്ട് വരാനിരിക്കുമായിരുന്നല്ലോ. ഇനിയിപ്പം സാരമില്ല, അമ്മ പറഞ്ഞു വിട്ടല്ലേ, അപ്പം ഞാൻ പോവുകയാണേ, നാളെ കാണാവേ, നാളെ വരണേ, ഇന്നിപ്പോൾ അമ്മ വീട്ടിലില്ലല്ലോ, വന്നിട്ടും കാര്യമില്ല, അപ്പം അമ്മയും കൂടെ ഉള്ളപ്പം വന്നു കഴിഞ്ഞാൽ അമ്മേനെയും കൂടെ കാണാമെന്ന് പറഞ്ഞിട്ട് സത്യമോൾ ബായി പറഞ്ഞിട്ട് പോകുന്നു. സത്യമോൾ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോളുടെ മുഖം വാടിയിരിക്കുവാണ്. അപ്പോഴത്തേക്കും വിഷ്ണു വയ്ക്കുന്നത് എന്ത് പറ്റി, സത്യ പോയപ്പം വിഷമമായി, അയ്യോടാ അത് സാരമല്ല നമുക്ക് നാളെ പോകാം, അപ്പം എന്നെ സത്യയുടെ വീട്ടിൽ വിടുമോ, വിടാന്നേ, ഞാൻ അതൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കാം എന്ന് വിഷ്ണു നമ്മുടെ പപ്പിമോൾക്ക് വാക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ശാലിനി കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്കാണ് രാമേട്ടൻ കാറിൻ്റെ ഡോർ തുറന്ന് സത്യമോളെ അമ്മ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാറിൽ കയറ്റി വിടുന്നു. പിന്നെ സത്യ കാറിൽ നമ്മുടെ ശാലിനിയുമായിട്ട് അങ്ങ് പോവുകയാണ്. പിന്നെന്താണ് അവരുടെ സീൻസ് എല്ലാം കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ശാലിനി അവിടെ തന്നെ നിന്ന് ശാലിനി ഒന്ന് ആലോചിക്കുവാണ്. വിഷ്ണുവും കൂടെ പോയത് കണ്ടതിന് ശേഷം ശാലിനി ആലോചിക്കുവാണ്, എനിക്ക് ആ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പാനിപൂരി കഴിച്ചിട്ട് പോയ ടേബിളിനകത്ത് നോക്കുമ്പോഴത്തേക്കും ആ പാനിപൂരി പ്ലേറ്റ് ഇവർ കഴിച്ചിട്ട് പോയ പ്ലേറ്റിനകത്ത് 2 പാനിപൂരി ഇരിക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ശാലിനിക്ക് അത് എടുത്ത് കഴിക്കണമെന്ന് തന്നെയാണ് മോഹം. അപ്പോൾ ശാലിനി ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ശാലിനിയുടെ അസിസ്റ്റൻ്റായ അനുവും കൂടെ കാണുന്നുണ്ട്. അപ്പം ഈ മാഡം എന്തുവാ ഇതേ പാനിപൂരി തന്നെ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് അനുവിനൊട്ടും മനസ്സിലാവുന്നില്ല. അങ്ങനെ ശാലിനി അതിൻ്റെ അടുത്ത് പോയിട്ട് അത് തന്നെ നോക്കിയിരിക്കുമ്പം പാനിപൂരി കൊടുക്കുന്ന ആ സെല്ലറുണ്ടല്ലോ, ആ കടക്കാരൻ എന്താ മാഡം ചോദിക്കുമ്പോഴത്തേക്കും ഒരു പാനിപൂരി പ്ലേറ്റ് വേണമെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും അയാൾ പാനിപൂരി റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും ശാലിനി അവിടെ ഇരിക്കുന്ന ആ പ്ലേറ്റ് ഉണ്ടല്ലോ, വിഷ്ണു കഴിച്ചിട്ട് പോയ പ്ലേറ്റ് എടുത്തിട്ട് അവിടുത്തെ പ്ലേറ്റ് വേണ്ട ഇവിടുത്തെ പ്ലേറ്റും മതി. അപ്പം അയാൾ നോക്കുന്നു, ഇതെന്തോ ഇവർ ഇവിടുത്തെ പ്ലേറ്റും മതി, ആരോ കഴിച്ചിട്ട് പോയ പ്ലേറ്റ് അല്ലേ, അത് സാരമല്ല ഇത് മതി എന്ന് പറയുമ്പോഴത്തേക്കും അവനൊന്ന് മനസ്സിലായി, കസ്റ്റമർ പറഞ്ഞല്ലേ, കസ്റ്റമർക്ക് അതുപോലെ തന്നെ കൊടുക്കാമെന്ന് വെച്ചിട്ട് അവൻ അതേ പ്ലേറ്റ് എടുത്തങ്ങ് അതിനകത്ത് പാനിപൂരി അങ്ങ് വിളമ്പി കൊടുക്കുവാണ്. അപ്പം അതിനെയും വെച്ച് ശാലിനി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശാലിനിയുടെ മനസ്സ് പിന്നെ പെട്ടെന്നൊരു ഡ്രീം സീക്വൻസിൽ പോകണം. ശാലിനി ഒരു സ്വപ്നം കാണുമോ, ശാലിനി അവിടെ ചിന്തിക്കുന്നത് വിഷ്ണു തൻ്റെ അടുത്തുള്ളതായിട്ടും തൻ്റെ 2 മക്കളും കൂടെ ഉള്ളതായിട്ടും ഇത് അച്ഛനാന്ന് അറിയാവുന്ന രീതിക്കകത്ത് എല്ലാവരും സംസാരിക്കുന്നതായിട്ട് ശാലിനി അത് ഇമാജിൻ ചെയ്യും. അപ്പോഴത്തേക്കും വിഷ്ണു ഈ പാനിപൂരി എടുത്ത് ശാലിനിക്ക് വായി വെച്ച് കൊടുക്കാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ സത്യമോൾ പറയുന്നതായിട്ട് ശാലിനി സങ്കല്പിക്കുകയാണ്, അച്ഛാ ഇത് ഹൈജീനിക് അല്ലാത്ത അമ്മയെ കൊടുക്കാൻ പാടില്ല, അമ്മ ഹൈജീനിക്കായിട്ട് അല്ലാത്ത ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് പപ്പിയും പറയുന്നു അത് തന്നെ ഹൈജീനിക് അല്ലാത്തൊന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ശാലിനി മക്കളടുത്ത് പറയുന്നുണ്ട്, മക്കളെ ഒരു വട്ടമല്ലേ അച്ഛൻ വെച്ചെന്നോട്ടെ, അവിടെ പിന്നെ അവർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നതൊക്കെ ശാലിനി സങ്കല്പിക്കണം. അപ്പോഴത്തേക്കും വിഷ്ണു എന്താ ഞാനത് കാശ് കൊടുത്ത് മേടിച്ചോ, ഇപ്പോൾ ആർക്കും തിന്നാൻ പറ്റില്ലെങ്കിൽ ഞാനത് എന്താ എരി, എന്താ പുളി, എന്താ രുചി എന്നൊക്കെ പറഞ്ഞാൽ വിഷ്ണു കഴിക്കുന്നതൊക്കെ ശാലിനി എങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ പിള്ളേർക്ക് 2 പേർക്ക് സങ്കടമാവുന്നുണ്ട്. അപ്പോഴത്തേക്കും ശാലിനിയുടെ അടുത്തേക്ക് പിള്ളേരെ വിളിച്ചിട്ട് ശാലിനി എന്തോ സൂത്രം പറഞ്ഞു കൊടുക്കുന്നതായിട്ടും അത് കേട്ടിട്ട് ഇപ്പം അമ്മയും മക്കളൊക്കെ ഒന്നായി, ഇത് എന്തോ അമ്മയും മക്കളും കൂടെ എന്തൊരു ജീവികൾ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ 2 പിള്ളേരും കൂടെ വിഷ്ണുവിനെ അറ്റാക്ക് ചെയ്ത് ആ പാനിപൂരി അമ്മയ്ക്ക് കൊടുപ്പിക്കുന്നതായിട്ടുള്ള രീതിക്ക് അത് ശാലിനി ഇങ്ങനെ സ്വപ്നം കണ്ടുപിടിക്കുക. അപ്പം അമ്മയ്ക്ക് വായി വെച്ച് കൊടുക്കുവാണ്. ആദ്യം വെച്ച് കൊടുക്കുന്നതായിട്ട് നമ്മുടെ
പപ്പിമോൾ വെച്ച് കൊടുക്കുന്നതും പിന്നെ അതിനുശേഷം എന്താണ് നമ്മുടെ സത്യമോൾ എന്താണ് വിഷ്ണു ഇങ്ങനെ വിഷമിച്ച് നോക്കിയപ്പം ശാലിനി പറയുന്നത് അച്ഛനും കൂടെ വെച്ച് കൊടുക്കുന്ന പറയുമ്പോഴത്തേക്കും ശാലിനി എന്താണ് പറഞ്ഞത് കേട്ടിട്ട് സത്യമോൾ എന്താണ് വിഷ്ണുവിനും കൂടെ പാനിപൂരി വായി വെച്ച് കൊടുക്കുന്നതായിട്ട് ശാലിനി ഇതൊക്കെ സന്തോഷത്തോടെ കണ്ടിട്ട് ഇനി ശാലിനി വിഷ്ണുവിന് വെച്ച് കൊടുക്കാമെന്നുള്ള രീതിക്ക് അത് ശാലിനി ഒരു പാനിപൂരി എടുത്തിട്ട് ഇങ്ങനെ തന്നെ എന്താണ് വിഷ്ണുവിന് കൊടുക്കുന്നതായിട്ട് ഇങ്ങനെ സങ്കല്പിക്കുകയാണ്, വിഷ്ണുവിൻ്റെ വായുടെ അടുത്ത് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ആരുമില്ല. അനുവിന് ഇതൊക്കെ നോക്കിയിട്ട് ഇതെന്തോ ഈ കാണിക്കുന്ന ഒന്നും മനസ്സിലാവാത്ത അനു ആവട്ടെ ആ പാനിപൂരി വിൽക്കുന്ന അയാളാവട്ടെ ഇവരെല്ലാം നോക്കിയിരിക്കുന്നത് എന്തോ അന്തരീക്ഷത്തിൽ ഒരു കൈ മാത്രം ഇങ്ങനെ ആർക്കോ കൊടുക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഒരു പാനിപൂരി വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അവർ നോക്കുന്നത്. പക്ഷേ ശാലിനിയുടെ സങ്കല്പമല്ലായിരുന്നു ഇത്രയൊക്കെ. പക്ഷേ ആ സങ്കല്പത്തിനകത്തുള്ളതൊന്നും ആരും അവിടെ ഇല്ലാത്തതുകൊണ്ട് ശാലിനിക്ക് പെട്ടെന്ന് എന്താണ് ശാലിനി മാഡം എന്ന് വിളിക്കുമ്പോഴത്തേക്കും എന്താണ് ഈ പറയുന്ന പാനിപൂരിക്കാരൻ വിളിക്കുമ്പോഴത്തേക്കും ശാലിനിക്ക് ഒരുമാതിരി വല്ലാണ്ടാവുന്നുണ്ട്. തൻ്റെ ഇമാജിനേഷൻ ആയെന്നല്ലോ ഇതൊക്കെ വന്നിട്ട് ശാലിനിക്ക് സങ്കടവും ഉണ്ട്. കാരണം മക്കളുണ്ട്, ഭർത്താവുണ്ട്, പക്ഷേ എല്ലാവരും നിന്ന് അകന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നതിൻ്റെ ആ ഒരു കാര്യം ആരോടും ഒന്നും പറയാൻ പറ്റാതെ തൻ്റെ സന്തോഷങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടത്. കാരണം ഇത്രയും സന്തോഷങ്ങളും ശാലിനി യഥാർത്ഥ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും തൻ്റെ കൂടപ്പിറപ്പിന് വേണ്ടിയിട്ടും സത്യാഭാമയുടെ വാക്കുകൊണ്ടും ഇതെല്ലാം കൊണ്ടും ശാലിനി മാറി നിൽക്കുന്നതിൻ്റെ ആ ഒരു അവസ്ഥ ശാലിനിയുടെ മുഖത്ത് കാണാനായിട്ടുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ എന്താണ് അനു അവിടെ നിൽക്കുന്ന അനുവിൻ്റെ അടുത്ത് എന്താണ് ഈ ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒരു പോലീസുകാരൻ വന്നിട്ട് ഈ ഒരു പണം കൊടുക്കുന്നുണ്ട്. ഇതാണ് മാഡം ആ കൊലപാതകയുടെ ആ ഒരു രേഖാചിത്രം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കൊടുക്കേണ്ടി വരുമ്പം അനു അത് മേടിച്ചിട്ടില്ല, ഞാൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ ശാലിനി എന്താണ് അവിടെ തന്നെ ഇരുന്ന് ആലോചിച്ചിട്ട് ശാലിനി പാനിപൂരി ഒന്നും കഴിച്ചില്ല. ശാലിനി അവിടെ നിന്ന് എന്താണ് എണീറ്റ് പോവുകയാണ്. അപ്പം അനുവിനെ വിളിച്ചിട്ട് എന്താണ് ഈ ബില്ല് പേ ചെയ്യാനായിട്ട് പറയുന്നു. ശാലിനി ആ നടക്കുമ്പോഴും എന്താണ് വിഷ്ണു എന്താണ് സത്യയ്ക്ക് വായി വെച്ച് കൊടുത്തതിനെ ആലോചിച്ചുകൊണ്ട് നടക്കുവാണ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ബ്രോക്കർ ഉണ്ടല്ലോ തരകൻ, നമ്മുടെ ആ തരകനായിട്ടുള്ള ആ ബ്രോക്കർ സുസ്മിതയായിട്ട് രാത്രി നിന്ന് സുസ്മിതയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും വരുന്നു, സുസ്മിതയായിട്ട് സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് എന്താണ് എന്തുവായി കാത്തിരുന്ന് മുഷിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അത് സാരമില്ല മാഡം, ഇപ്പോൾ ഒരു പെണ്ണിനെ കാണണമെങ്കിൽ പെണ്ണിന് വേണ്ടി കാത്തിരിക്കണം, ചെറുക്കനെ കാണണമെങ്കിൽ അവൻ്റെ സൗകര്യത്തിന് വേണ്ടി കാത്തിരിക്കണം, ഇതൊക്കെ ഞങ്ങൾക്ക് ശീലമാണ്, പിന്നെ മാഡത്തിന് വേണ്ടി ഇത്രയും നേരം കാത്തിരുന്നൊന്നും വലിയ കാര്യമല്ലെന്ന് അയാൾ പറയുന്നു. അങ്ങനെ എന്താണ് നമ്മുടെ വിഷ്ണുവിനൊരു പെണ്ണിനെ ഞാൻ നോക്കിത്തരാം, അത് നടക്കുന്നൊന്നുമില്ല വിഷ്ണുവിന്, കാരണം ആ കല്യാണ യോഗം ഇല്ലാന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ തന്നെ എത്ര പെണ്ണിനെ കാണിച്ചിട്ട് ഒന്നും ഒത്തു വരുന്നില്ലല്ലോ, അതിനൊക്കെ ഒരു വിധി വേണം, ആ വിധി വിഷ്ണുവിനില്ല എന്ന് തരകൻ പറയുന്നു. അതല്ല ഇത് എന്തായാലും ഒക്കുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് നല്ലൊരു തുക കിട്ടുന്ന തന്നെ ഒരു കോളാണെന്ന് സുസ്മിത പറയും. സുസ്മിതയുടെ ഒരു പ്ലാൻ തന്നെയാണിത്. അപ്പോൾ എന്താണ് തരകനുമായിട്ടിന്ന് സുസ്മിത സംസാരിക്കണം. അപ്പം നമ്മുടെ സത്യവാന വിഷ്ണുവിനുള്ള പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഏത് ആലോചന എന്താണ് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നത് ഇതെന്തായാലും വിജയകുമാർ ചേട്ടൻ നടത്തുമെന്ന് പറഞ്ഞിട്ട് തരകനോട് സുസ്മിത പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കാണിക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോ കാണിക്കുമ്പോഴത്തേക്കും ഒരു പെണ്ണിൻ്റെ ഫോട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് മധുശ്രീ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, ഇതാണ് കക്ഷി. അപ്പം ഇവളുമായിട്ടുള്ള കല്യാണം നടത്തുമെന്ന് പറയുമ്പോൾ തരകൻ ഈ ഫോട്ടോ കണ്ടിട്ട് ഞാൻ ഈ പെണ്ണിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അതിന് വകയില്ലല്ലോ എന്ന് പറഞ്ഞ് സുസ്മിത പറയുന്നു. അപ്പോഴത്തേക്കും അയാൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അയാൾ ദിവസം കള്ളു കുടിച്ചിട്ട് പോലീസിന് മുന്നിൽ ചെന്ന് പെട്ടപ്പോഴത്തേക്കും വേറൊരു പെണ്ണുമ്പോൾ എന്താണ് കാർ ഡ്രൈവ് ചെയ്ത് റാഷ് ഡ്രൈവിങ്ങിനകത്ത് കള്ളു കുടിച്ചിട്ട് വരുന്നു. അപ്പോഴത്തേക്ക് അവരെ കാണുമ്പോഴത്തേക്കും പോലീസുകാരൊക്കെ എന്താണ് അയ്യോ മാഡം ആയിരുന്നു ചോദിച്ചിട്ട് ഇതാക്കുന്നു. പക്ഷേ അവർ ഫുൾ ഡ്രിങ്ക് ആണ്, അവിടെ വെച്ച് തന്നെ പോലീസിനെ മുന്നിൽ വെച്ച് സ്മോക്ക് ചെയ്യുന്നു. അപ്പം അതാണ് ഈ പെണ്ണെന്നുള്ള കാര്യം എന്താണ് തരകന് ഓർമ്മ വന്നു കഴിഞ്ഞു. അപ്പം ഇനി ഇവളെ കൊണ്ട് കെട്ടിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സുസ്മിത പാരകൾ പണിഞ്ഞും തിരിച്ച് പണി മേടിച്ചും മതിയാവാതെ തന്നെ വീണ്ടും പുതിയ പണിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം എല്ലാവരും കാണൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ